കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ദിവസമാണല്ലോ മെയ് 4-ാം തീയതി. എല്ലാ എക്സിറ്റ് പോളുകളിലും UDF വരുമെന്നും 80-78 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നും അറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ നിഷ്പക്ഷരായ ഒരു വോട്ടർ എന്ന രീതിയിൽ UDF സംവിധാനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവേണ്ടത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ സർവ ജനങ്ങളും ആഗ്രഹിക്കുന്നത് വളരെ പരിണിതപ്രജ്ഞനായ സൗമ്യനും നല്ല ഭരണാധികാരിയും നല്ല പൊതുപ്രവർത്തകനുമായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ എന്നാണ് പൊതുജനവികാരം. അല്ലാതെ ചില കടകാശി പാർട്ടികളിലെ വാക്കും കേട്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇനിയും തെറ്റിലേക്ക് പോകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. കാരണം ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കിരിക്കട്ടെ, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അദ്ദേഹം ഒരു എതിർവാക്കുപോലും പറയാതെ സൗമ്യനായി 5 വർഷം കൂടെ നിന്ന് കഷ്ടക്ക് സപ്പോർട്ട് ചെയ്ത ഒരു നേതാവാണ്. ഇന്ദിരാഗാന്ധി മുതൽ രാജീവ് ഗാന്ധി മുതൽ നരസിംഹറാവു മുതൽ കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവരുമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളരെയേറെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയ അദ്ദേഹത്തിന് ഇനി ഒരു 5 കൊല്ലം കൂടി കാത്തിരുന്ന് മുഖ്യമന്ത്രിയാവാനുള്ള പ്രായം കഴിഞ്ഞിരിക്കുന്നു. വളരെ പരിണിതപ്രജ്ഞനായ ജനാധിപത്യ വിശ്വാസിയായ ശാന്തനും എല്ലാവരെയും ഒരേപോലെ കാണാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന നല്ല പൊതുപ്രവർത്തകനായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നതാണ് കേരള ജനതയ്ക്ക് അഭികാമ്യം. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിങ്ങളുടെ കടകാശി പാർട്ടികളുടെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ നിങ്ങളെ മുന്നണിയും നിങ്ങളെ കടകശിയിലും ഒന്നിനും പെടാത്ത സർവോപരി നിഷ്പക്ഷരായ ഒരുപാട് ജനങ്ങൾ ഈ കേരളത്തിലുണ്ടെന്നും അവരുടെ വികാരം കൂടി മനസ്സിലാക്കാതെ നിങ്ങൾ കഴിഞ്ഞ 2021 നിങ്ങൾ ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ നല്ലവനായ സ്വാത്വികനായ തികഞ്ഞ മതേതരവാദിയായ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി നിങ്ങൾ മെയ് 4-ാം തീയതിക്ക് ശേഷം നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളുടെ ധീരമായ നിലപാടുകൾ, ഉറച്ച നിലപാടുകൾ നിങ്ങൾ പൊതുജനസമക്ഷം സ്വീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയും ഇനിയും ഒരുപാട് നാൾ ജനമനസ്സുകളിൽ ഉണ്ടായിരിക്കും. പൊതുജനങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നതാണ്. നിഷ്പക്ഷരായ എന്നെ പോലെയുള്ള വോട്ടർമാർ രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയെ നോക്കിക്കാണുന്നത് നല്ല ഒരു ഭരണാധികാരി ആയിരിക്കും. അത് ഉറപ്പാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ ഇതിനു മുമ്പുള്ള എല്ലാ ട്രാക്കുകളും പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു തികഞ്ഞ നല്ല ഗാന്ധിയനായ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരള മുഖ്യമന്ത്രിയായി ആരുടെയും വാക്കുകൾ കേൾക്കാതെ സർവ ജനങ്ങളും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മെയ് 4-ാം തീയതിക്ക് ശേഷം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല തുടരട്ടെ. ജയ് ഹിന്ദ്.